ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വരാൽ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന സ്പിന്നർ ഫ്രോഗിൻ്റെയും ടൈൽ ഫ്രോഗിൻ്റെ ഒക്കെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ആണ്. അപ്പോൾ നമ്മൾ ഈ സ്പിന്നർ ഫ്രോഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പിന്നറുകളൊക്കെ ചിലപ്പോൾ വരാൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൊട്ടി പോയിട്ടുണ്ട് ഈ സ്പിന്നർ ഫ്രോഗുകളിലെ സ്പിന്നറുകളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പിന്നർ ഫ്രോഗ് അതിലത്തെ സ്പിന്നർ പൊട്ടിപ്പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോൾ അതിൻ്റെയൊക്കെ ഉൾഭാഗമൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പല ഭാഗങ്ങളും ഉറപ്പ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വലിയ വരാലൊക്കെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പിന്നറൊക്കെ വരാലിൻ്റെ വായിൽ കയറി പോയിട്ട് നമുക്ക് മിസ്സാവുന്നത്. അപ്പോൾ ഈ സ്പിന്നർ ഫ്രോഗിലത്തെ സ്പിന്നറുകളൊക്കെ പൊട്ടി പോവാതിരിക്കാൻ ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുതിയ ഫ്രോഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പിന്നറൊക്കെ ഊരിയെടുത്തിട്ട് അതിൽ പൊട്ടിപ്പോകാനുള്ള സാഹചര്യമുള്ള ഭാഗങ്ങൾ സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. ഇത് കുറച്ച് മുൻപേ വാങ്ങിച്ചു വെച്ച ഒരു റിവർ കിങ്ങിൻ്റെ ഹാൻഡ് മെയ്ഡ് സോഫ്റ്റ് ഫ്രോഗാണ്. കാണുമ്പോൾ തന്നെ അടിപൊളി സോഫ്റ്റ് ഫ്രോഗാണ്. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഫ്രോഗാണ്. ഇതിൻ്റെ നീളം തന്നെ ഒരു 1.5 ഇഞ്ച് നീളം വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 300 രൂപയാണ്. ഈ ഫ്രോഗുകളുടെ ഒക്കെ ഗുണനിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ സിവില്, ഇതിൻ്റെ ബോഡി, പിന്നെ ഹുക്ക്, ഇതിൻ്റെ സ്പിന്നറിൽ ബാക്കിലിട്ടുള്ള ഈ സിവില്, ഇതൊക്കെയാണ് നമുക്ക് സാധാരണ കാണാൻ പറ്റുക. പക്ഷേ ഈ ഫ്രോഗുകളുടെ ഒക്കെ കുറച്ച് ദോഷകരമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരാത്ത ഭാഗം. അപ്പോൾ നമ്മളൊരു പുതിയ ഫ്രോഗ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രോഗ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ സ്പിന്നറും സിവിലൊക്കെ ഊരി നോക്കണം. ഊരി നോക്കിയാലാണ് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഗുണനിലവാരമുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ 300 രൂപയുടെ ഫ്രോഗ് ഒരു വലിയ വരാല അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്പിന്നർ പൊട്ടിപ്പോവാം. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും പൊട്ടിയിട്ട് നമുക്ക് ഈ ഫ്രോഗ് തന്നെ മിസ്സായി പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഫ്രോഗ് നമ്മൾ ഊരി നോക്കുകയാണ് ഇതിനെന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന്. എന്നിരുന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഗുണനിലവാരമുള്ളതാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഹുക്കിൻ്റെ സെറ്റ് മൊത്തത്തിൽ നമുക്ക് ഊരിയെടുക്കാം. ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി അടിപൊളി റബ്ബർ ക്വാളിറ്റിയാണ്. ഉണ്ടോ, സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഈ ഭാഗം ഓക്കെയാണ് ഈ ഫ്രോഗിൻ്റെ. ഇനി നമുക്ക് ഈ ഹുക്കിൻ്റെ സെറ്റ് എടുത്ത് നോക്കാം. ഇതിൻ്റെ സ്പിന്നർ നല്ല സ്പിന്നറാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലെ സിവില് അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിവിലിൻ്റെ ഉറപ്പിച്ചിട്ടുള്ള കമ്പി കാണുന്നില്ല, ഒരു പച്ച കമ്പിയാണ് കാണുന്നത്. കണ്ട, ഈ കമ്പി അലൂമിനിയത്തിൻ്റെ കമ്പി പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ കമ്പി വലിയ വരാലുകളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിന്നറുമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പിന്നർ വരാലിൻ്റെ വായുടെ ഉള്ളിലായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പിന്നറിൻ്റെ ഈ സെറ്റ് ഒറിജിനൽ സെറ്റ് മിസ്സാവാതെ നമുക്ക് ഒരുപാട് കാലം ഈ ഫ്രോഗ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹുക്കപ്പ് റേഷ്യോ അടിപൊളി ഹുക്കപ്പ് റേഷ്യാണ്.
നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല മൂർച്ചുള്ള ഹുക്കാണ്. കണ്ടോ, ഷാർപ്പ് മൊനയാണ്. ഇതിൻ്റെ ഏറ്റവും ദോഷകരമായിട്ടുള്ളൊരു ഭാഗം കണ്ടോ, ഈ സ്നാപ്പ് കണ്ടോ, ഏറ്റവും കനം കുറഞ്ഞിട്ടുള്ളൊരു സ്നാപ്പാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 കിലോയുള്ള വരാലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നാപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് കെട്ടി ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ ഫ്രോഗുകളൊക്കെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള കെട്ടുകളാണ്. ഇത് പഴയൊരു ബ്രൈഡ് ലൈനാണ് ഞാൻ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രൈഡ് ലൈനാണ്. ഇത് 80 ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ബ്രൈഡ് ലൈനിൻ്റെ ഒത്തിരി കനം കുറഞ്ഞാലും കുഴപ്പമില്ല. ബ്രൈഡ് ലൈൻ ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് കെട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രൈഡ് ലൈൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 6-7 ഇഞ്ച് നീളത്തിൽ മടക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പഴയ ബ്രൈഡ് ലൈനുകൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത് വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളൊന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നഷ്ടപ്പെടുത്തണ്ട. ഇങ്ങനത്തെ ഉപകാരത്തിനൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഈ പഴയ ബ്രൈഡ് ലൈനുകളൊക്കെ. അപ്പോൾ ഇത് മടക്കി പിടിച്ച് നമ്മൾ ഉണ്ടോ, ഈ മടക്കി പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് കാണുന്ന ഹോളുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ബ്രൈഡ് ലൈന് ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ പച്ച ഭാഗത്ത് കാണുന്ന ഈ അലൂമിനിയത്തിൻ്റെ കമ്പിയും ഈ സിവിലും സ്ട്രോങ് ആയിട്ട് നമുക്ക് കെട്ടിയൊന്ന് ഉറപ്പിക്കുക. ആദ്യം ഉണ്ടോ, ഈ സിവിലിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ, ഏറ്റവും ലാസ്റ്റത്തെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ബ്രൈഡ് ലൈന് കോർത്തെടുത്തു. ഉണ്ടോ, ഈ കോർത്തെടുത്തിട്ട് ബാക്കിലെ നൂല് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. ഉണ്ടോ, ചെറിയൊരു കുടുക്ക് ഇട്ടു. കണ്ടോ, ഇനി ഈ 2 നൂലും കൂടിയിട്ട് ഒരു കെട്ട് ഇടുക. ഇനി ഒരു കെട്ടും കൂടി ഇടണം. ഇത് സ്ട്രോങ് ആയിട്ട് വലിച്ച് ടൈറ്റാക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ സിവില് സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് സൈഡിലെ സ്പിന്നർ പൊട്ടി പോവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ ഭാഗത്ത് ഇനി ഒരു കെട്ട് ഇട്ട് കഴിഞ്ഞാലും ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ നൂല് നമുക്ക് ഈ ഒരു മെയിൻ ഹുക്കിൻ്റെ ബെൻഡ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് കൊടുന്ന് കെട്ടി വെക്കണം. ആദ്യം ഇവിടെ ഈ സൈഡിൽ ലൂസ് കെടുക്കും വേണം, ഈ നൂല് ഇങ്ങോട്ട് പോവും വേണം. അപ്പോൾ കെട്ടുമ്പോൾ ടൈറ്റായി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ചെറിയൊരു ലൂസ് ഈ നൂലിന് കൊടുത്തിട്ട് വേണം ഈ ഹുക്കിൻ്റെ എൻഡിലേക്ക് വന്ന് കെട്ടാനായിട്ട്. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കയറ്റി കൊടുക്കുക. ഉണ്ടോ, ഇനി ചെറിയൊരു ലൂസ് ഇവിടെ ഇടണം. ആ ലൂസ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിവില് സ്പിന്നറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇത് ഫ്രണ്ടിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ബാക്കിലെ സിവില് സ്പിന്നറിൻ്റെ ഭാഗം ഈ നൂല് ഈ ബ്രൈഡ് ലൈൻ വഴി നമ്മൾ ഇതിന് മെയിൻ ഹുക്കിൻ്റെ ബെൻഡ് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് കൊടുന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു ലൂസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഒരു വിരൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു കെട്ടും കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുന്നിടുക. അത് സ്ട്രോങ് ആയിട്ടൊന്ന് കെട്ടി ഉറപ്പിക്കുക. ഈ വിരൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ, എന്നാലേ നമുക്ക് ആ ലൂസ് കിട്ടുള്ളൂ. ഉണ്ടോ? ഇപ്പോൾ ആ ലൂസ് കിട്ടി. ഇതിൻ്റെ സിവിലിൻ്റെ വർക്കിങ് ഈ സ്പിന്നറിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ആ പച്ച കാണുന്ന അലൂമിനിയത്തിൻ്റെ കമ്പി പൊട്ടിപ്പോലും നമ്മുടെ ഈ സ്പിന്നർ ഒരിക്കലും ഈ ഫ്രോഗിൽ നിന്ന് പൊട്ടിപ്പോവില്ല. ഈ കെട്ടോട് കഴിഞ്ഞില്ല കണ്ടോ. ഈ സ്നാപ്പ് അത്രയും കനം കുറഞ്ഞിട്ടുള്ളൊരു കമ്പി കൊണ്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന സിവിലിലേക്ക് നമ്മുടെ ഈ കെട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഈ നൂലൊന്നുകൂടി മടക്കി പിടിച്ചിട്ട് ഈ സിവിലിൻ്റെ ലാസ്റ്റ് ഹോളിലേക്ക് നമ്മൾ ഈ ബ്രൈഡ് ലൈൻ കയറ്റി കൊടുക്കുക. കണ്ടോ? ഈ സിവിലിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഈ ബ്രൈഡ് ലൈൻ കയറ്റി കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് കെട്ടിടണം. ഉണ്ടോ? ലൂസ് കൊടുക്കണം. ഇവിടെ ഈ സൈഡിലും ലൂസ് കൊടുക്കണം, ഇവിടെയും ലൂസ് കൊടുക്കണം. അപ്പുറത്തായിട്ട് നൂല് ഒന്ന് ലൂസ് ചെയ്ത് വെക്കണം. സ്ട്രോങ് ആയിട്ട് കെട്ടുക. എന്നിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ബ്രൈഡ് ലൈൻ കയറ്റിയെടുത്തിട്ട് സ്ട്രോങ് ആയിട്ട് കെട്ടുക. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ബ്രൈഡ് ലൈൻ്റെ എൻഡിൽ ഒരു കെട്ടും കൂടി ഇടുക, നൂലിൻ്റെ ഭാഗത്ത് മാത്രം. ഈ കെട്ട് നമ്മൾ വെച്ചിട്ടുള്ള കെട്ടിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഒരു സൂചി ഈ കെട്ടിൻ്റെ ഉള്ളിൽ കൊടുന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ടൈറ്റാക്കി വലിക്കുക. അപ്പോൾ കെട്ട് നമ്മുടെ ഏറ്റവും അടുത്ത് വന്നിട്ട് ടൈറ്റാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സൂചി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ രണ്ട് നൂലും സ്ട്രോങ് ആയിട്ട് വലിക്കുക. അതിനുശേഷം ഈ ഫ്രണ്ടിലത്തെ ബാക്കിലും കൂടിയിട്ട് ടൈറ്റ് ആക്കുക. കെട്ടഴിയാതിരിക്കാനായിട്ട് പ്ലെയർ വെച്ചിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ടൈറ്റ് ആക്കുക. ഉണ്ടോ? ഇതാണ് നമ്മൾ ഫ്രോഗിൻ്റെ മെയിൻ സാധനങ്ങൾ പൊട്ടിപ്പോവാതെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണിത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വാങ്ങിക്കുന്ന ഫ്രോഗുകളൊക്കെ ഊരി നോക്കുക. എന്നിട്ട് അതിൽ ഡാമേജ് ആവാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കെട്ടി ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ ഫ്രോഗിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ വന്നിട്ടുള്ള നൂലൊന്ന് കട്ട് ചെയ്തെടുക്കുക.
നൂലിവിടെ കുറച്ചും കൂടി കൂടി നിൽക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് ഉരുക്കിയെടുക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹുക്ക്, സിവില്, സ്പിന്നർ, ഇതിൻ്റെ സ്നാപ്പ്. ഇവിടെയൊക്കെ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ട് കെട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് ഫ്രോഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. ഹുക്കിൻ്റെ സെറ്റ് ഫ്രോഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഈ ബ്രൈഡ് ലൈൻ എടുക്കുക. എന്നിട്ട് ഈ സൂചിയുടെ ഉള്ളിലേക്ക് കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് ഇതിൻ്റെ നൂലിൻ്റെ ടിപ്പിൽ ഒരു കെട്ടിടുക. ഒരു കെട്ട് കൊണ്ട് സ്ട്രോങ് ആയിട്ട് ഇടുക. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ സിവിലിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൂചി നൂലും കോർത്തെടുക്കുക. എന്നിട്ട് ഇതിലൊരു കെട്ടിടുക. ഒന്നും കൂടി തിരിപ്പിച്ച് വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ഉറപ്പിക്കുക. കണ്ടോ, ഇവിടെ സ്ട്രോങ് ആയിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഊരി വെച്ചിട്ടുള്ള ഈ ഫ്രോഗിൻ്റെ ഈ സോഫ്റ്റ് ബോഡിയുടെ ഉള്ളിലേക്ക് ഈ ബാക്ക് സൈഡിലെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ സൂചി കയറ്റി കൊടുക്കുക. കയറ്റിയിട്ട് ഫ്രണ്ടിലത്തെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കണ്ടോ, എന്നിട്ട് ഈ ബാക്ക് സൈഡ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഈ ബ്രൈഡ് ലൈന് ഒന്ന് ചുറ്റി പിടിക്കുക, പുറത്തേക്ക് എടുക്കുക. ഉണ്ടോ, ഇപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. ഈ സ്പിന്നറിന് വരാൽ കടിച്ചു കഴിഞ്ഞാലും പൊട്ടിപ്പോവില്ല, നമ്മൾ കുളത്തി വലിച്ചാലൊന്നും പൊട്ടിപ്പോവില്ല. ഈ ഫ്രണ്ടിലത്തെ ഭാഗം സിവിലിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് ഇതിലേക്ക് കയറി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബ്രൈഡ് ലൈന് വെച്ച് ടൈറ്റ് ചെയ്ത് വലിച്ച കാരണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഫ്രോഗിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് ഈ സിവിലൊക്കെ സെറ്റ് മൊത്തം വലിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇതാണ് ആ ട്രിക്ക്. ഇനി പുറത്തേക്ക് എടുത്ത ഈ ബ്രൈഡ് ലൈൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ സ്പിന്നറും സിവിലും ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി ഈ സ്പിന്നറും സിവിലും ഭാഗങ്ങളൊന്നും ഒരിക്കലും എത്ര വലിയ വരാലടിച്ചാലും പൊട്ടിപ്പോവില്ല. അപ്പോൾ ഇത് നമുക്ക് കമ്പനി നമുക്ക് ചെയ്തു തരാത്ത കുറച്ച് കാര്യങ്ങളാണിത്. ഉള്ളിലത്തെ ഫ്രോഗിൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന രീതിയിൽ പല ഫ്രോഗുകളിലും ഉണ്ടാവാറുണ്ട്. ഇത് ലൂക്കാനയുടെ ഒരു ഫ്രോഗാണ്. ഇതിന് സ്പിന്നറില്ലാത്ത ഫ്രോഗാണ്, ടൈൽ ഫ്രോഗാണിത്. പക്ഷേ എന്നാലും നമുക്കിതൊന്ന് ഊരി നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. കണ്ടോ, ഇതിൻ്റെ ഹുക്ക് സെറ്റൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെറ്റിങ്ങാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത്
പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ ഈ ഒരു സെറ്റ് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ബ്രൈഡ് ലൈന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഈ ഫ്രോഗ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രോഗ് പുതിയത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഊരി നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഈ പാർട്സുകളൊക്കെ പൊട്ടിപ്പോകുന്ന തരത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബ്രൈഡ് ലൈൻ സെറ്റിങ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫ്രോഗിൻ്റെ ഉള്ളിലേക്ക് ഈ ഹുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. കണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് വേറെ വർക്കൊന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഹുക്കിൻ്റെ സെറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് കയറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഈ ടൈൽ ഫ്രോഗും സ്പിന്നർ ഫ്രോഗും തമ്മിലുള്ള ഒരു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രോഗുകൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്പിന്നറും സിവിലൊന്നും പൊട്ടിപ്പോവില്ല. നിങ്ങൾക്ക് ഒരുപാട് കാലം ഈ ഫ്രോഗുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫിഷിങ് ചെയ്യാൻ പറ്റും. വരാൽ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന സ്പിന്നർ ഫ്രോഗിലെ സ്പിന്നറുകൾ പൊട്ടിപ്പോകാതിരിക്കാനുള്ള അടിപൊളി ടിപ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബായ്.